നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നാൽ ഏറെ നിർണായകമായ നീക്കങ്ങളിലൂടെ മുന്നേറ്റം കൈവരിക്കാൻ സാധ്യതകൾ കൽപ്പിക്കുന്നതായുള്ള ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. യുഎയുടെ കോവിഡ് വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന വാർത്തകൾക്ക് പിന്നാലെ അമേരിക്കയുടെ കോവിഡ് വാക്സിൻ ഇറക്കുമതി ചെയ്യാൻ നടപടിക്രമങ്ങളുമായി കുവൈറ്റ് രംഗത്തെത്തിയിരിക്കുന്നു. വാക്സിൻ ഇറക്കുമതിക്ക് ആവശ്യമായ ടെൻഡർ നൽകുന്നതിന് സെൻട്രൽ ഏജൻസി ഫോർ പബ്ലിക് ടെൻഡേഴ്സ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതായി ദേശീയ ദിനപത്രങ്ങളെ ഉദ്ധരിച്ച് അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ ലഭ്യമാകുമെന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കുവൈറ്റ് ടെൻഡർ നൽകാൻ ശ്രമിക്കുന്നത്. നിർദ്ദേശത്തിന് അന്തിമ അംഗീകാരം ലഭിക്കുന്നതിനായി സ്റ്റേറ്റ് ഓഡിറ്റ് ബ്യൂറോയിൽ സമർപ്പിച്ചിരിക്കുന്നു. കോവിഡ് പ്രതിരോധ വാക്സിനായി ആരോഗ്യ മന്ത്രാലയം 55 ലക്ഷം ദിനാർ വകയിരുത്തിയിരിക്കുന്നു. വാക്സിൻ വിതരണം ചെയ്യുന്നതിനായി ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻ ആൻഡ് ഇമ്മ്യൂണൈസേഷനുമായി ധാരണയിലെത്തിയേക്കാം. ആദ്യഘട്ടത്തിൽ 17 ലക്ഷത്തിലധികം ഡോസ് ഇറക്കുമതി ചെയ്യും. 8,54,000 പേർക്ക് ഇത് നൽകാനാവും. അതേസമയം കുവൈറ്റിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ നടപടി കർശനമാക്കുകയും ചെയ്തിരിക്കുന്നു. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമാക്കിയത്. കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരെ കണ്ടെത്താൻ പ്രത്യേക സമിതി നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു. കോവിഡ് പ്രതിരോധ നടപടികൾ നടപ്പാക്കുന്നതിനായി മന്ത്രിസഭ നിയോഗിച്ച പ്രത്യേക കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശോധന. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.